ഇന്ത്യയുടെ T20 ടീമിലും അതുപോലെ തന്നെ ഏകദിന ടീമിലും ICC ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ എന്നീ 3 ഫോർമാറ്റിലും സ്ഥാനം ലഭിച്ചേക്കുക വെറും 5 പേർക്ക് മാത്രമായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ചില സൂപ്പർ താരങ്ങൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടും ഇല്ല. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ നായകൻ വിരാട് കോഹ്ലി, സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവരെല്ലാം കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിന് പിന്നാലെ ഈ ഫോർമാറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദിന ടീം, ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് എന്നിവയിൽ മാത്രമേ ഇവരെ കാണാൻ സാധിക്കുകയുള്ളൂ. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ, മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ, സ്പിൻ ബോളിംഗ് സെൻസേഷനായ അക്ഷർ പട്ടേൽ, ഇടം കയ്യൻ പേസറായ അർഷ്ദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ 3 ടീമുകളിലേക്കും നറുക്ക് വീഴാൻ പോകുന്ന 5 കളിക്കാർ. 5 താരങ്ങൾക്ക് ഇന്ത്യയുടെ 3 വ്യത്യസ്ത ടീമുകളിലും സീറ്റ് ഗ്യാരണ്ടിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇവരിൽ 3 പേർ മാത്രമാണ് എല്ലാ ടീമുകളിലും 100% സ്ഥാനം ഉറപ്പുള്ള ആളുകൾ. ഇത് ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും അർഷ്ദീപ് സിംഗുമാണ്. യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ എന്നിവരുടെ കാര്യത്തിൽ ഇനിയും ഉറപ്പായിട്ടില്ല.